നമസ്കാരം കൂട്ടുകാരെ, ശ്രീകുമാരൻ തമ്പിയുടെ ചെറുകഥകളിലെ രണ്ടാമത്തെ ചെറുകഥ ക്ലോക്ക് ടവറാണെന്ന് വായിക്കുന്നത്. അയാൾ തിരിഞ്ഞു നോക്കി. മാറ്റു കുറഞ്ഞ സ്വർണത്തിൻ്റെ നിറമുള്ള ആ പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇളം പച്ച നിറമുള്ള ഗേറ്റിൽ ചാരി അകലെയുള്ള ക്ലോക്ക് ടവറിലേക്ക് നിർനിമേഷം നോക്കിക്കൊണ്ട് തങ്ങളുടെ കൊച്ചു ലോകത്തിൽ മാത്രം കിടന്നു തിരിയുന്ന ആ ഘടികാര സൂചികളിലേക്ക് നോക്കി. എന്തേ അവൾ കിനാവ് കാണുന്നത്? ചിത്രകാരൻ രവിവർമ്മ വരച്ച ശകുന്തളയുടെ മുഖച്ഛായയുള്ള പെൺകുട്ടി. നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് രസം തോന്നുന്നു. ചിന്തിച്ചു. അന്ന് മുഴുവനും തീവണ്ടിയിലിരിക്കുമ്പോഴും സാഹിത്യത്തിൽ മാത്രം സംസാരിക്കുന്ന ജാൻസി ഡേവിഡിന് ടൈപ്പ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുമ്പോഴും തലേന്ന് രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് തയ്യാറാക്കിയ പ്ലാൻ പകർപ്പെടുക്കുന്നതിന് ഡ്രാഫ്റ്റ്മാൻമാരെ ഏൽപ്പിക്കുമ്പോഴും അവളുടെ രൂപം ഓർമ്മയിലുണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്തുകൊണ്ടോ രാജമ്മയെയും ഓർത്തുപോയി. എൻ്റെ അനിയത്തി, നിൻ്റെ അസുഖം എങ്ങനെയുണ്ട്? നീ എഴുതിയ ഫാഷൻ നീഡിലിൻ്റെ പേര് ഏട്ടൻ മറന്നുപോയി. ഓർമ്മിക്കുമ്പോൾ അത് വാങ്ങി അയക്കാം. നിൻ്റെ ഹോബിയെങ്കിലും വളർന്നു വരട്ടെ. പാവം കുട്ടി. എത്രമാത്രം കൊതിച്ചിട്ടാണ് ആ കൊച്ചു പെങ്ങളുണ്ടായത്. അമ്മ 101 പ്രാവശ്യം ഷഷ്ടിപഥം നോറ്റു. ഏറ്റുമാനൂരും ഗുരുവായൂരും പലവരും വഴിപാടുകൾ കഴിച്ചു. വളരെയേറെ താമസിച്ചു ദൈവത്തിൻ്റെ കണ്ണൊന്ന് തുറന്നു കിട്ടാൻ. എന്നിട്ടോ ഒന്നും ഓർക്കാതിരിക്കുകയാണ് ഭേദം. എല്ലാം വിധിയാണെന്ന് ചൊല്ലി സമാധാനിക്കാം. വിധി, ഭാഗ്യം തുടങ്ങിയ വാക്കുകളുടെ നേരെ ഇളിഫ്യ ചിരിച്ചിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പുരോഗമനത്തിൻ്റെ കാലം. എന്നാൽ ഇന്ന് താൻ വളരെ പിന്നിലായി കഴിഞ്ഞിരിക്കുന്നു, വിശ്വാസ പ്രമാണങ്ങളിലും ആദർശങ്ങളിലുമെല്ലാം. 16-ാം വയസ്സ് കഴിഞ്ഞിട്ടും നിലത്തിരുന്ന് നിരങ്ങുന്ന കൂടപ്പിറപ്പിനെ കാണുമ്പോൾ എൻ്റെ രാജമ്മേ, നിൻ്റെ കാര്യത്തിൽ മാത്രം ഏട്ടൻ നിസ്സഹായനാണ്. നിൻ്റെ കാര്യത്തിൽ മാത്രം. 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒപ്പം ജാൻസി ഡേവിഡും ഉണ്ടായിരുന്നു. നിശബ്ദനായി റോഡരികു ചേർന്ന് നടക്കുമ്പോൾ അവൾ ചോദിച്ചു, എന്താ ഒരു മ്ലാനത? പറഞ്ഞത് കേട്ടില്ലെന്ന മട്ടിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ശ്രമിച്ചു വരുത്തി മന്ദഹാസത്തോടെ അവൾ തുടർന്നു, നമുക്കൊരു ഫിലിമിന് പോകാം. ഓൾ ഇൻ എ നൈറ്റ്സ് വർക്ക്. വളരെ നല്ല പിക്ചറാണെന്ന് കേൾക്കുന്നു. എന്താ? ഓ നോ പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്താണിങ്ങനെ? വി വിൽ ഹാവ് എ നൈസ് നൈറ്റ്. താങ്ക് യു. അയാളുടെ വാക്കുകൾ വിറയിൽ കലർന്നിരുന്നു. കീഴ്ചുണ്ട് മലർത്തിക്കാട്ടി അവൾ നടന്നു പോയപ്പോൾ അറിയാതെ ഉള്ളിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. ജാൻസി ഡേവിഡ്. ചുണ്ടത്തു മുട്ടിയിരിക്കുന്ന ഒരു മുന്തിരിക്കുല. നാവൊന്ന് ഇളക്കിയാൽ മതി. അല്ലെങ്കിൽ എന്തിനിതൊക്കെ ചിന്തിക്കുന്നു? എത്ര ശ്രമിച്ചാലും മാറാനാവാത്ത ദുർബലത. അമ്മയുടെ വാക്കുകൾ ആത്മാവിൽ മുഴങ്ങി. മോനെ, നീ ഒരു പെണ്ണിനെയും ചതിക്കരുത്. എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും നിൻ്റെ അനിയത്തിയുടെ ഓർമ്മയുണ്ടായിരിക്കണം. ഏതെങ്കിലും കുട്ടിയോട് നിനക്ക് പ്രത്യേകത തോന്നുന്നുണ്ടെങ്കിൽ അമ്മയോട് തുറന്നു പറയൂ. ആ നിമിഷം മുതൽ അവൾ എൻ്റെ മരുമകളായിരിക്കും. എത്ര വ്യത്യസ്തയായ അമ്മ! അമ്മയുടെ ഉപദേശങ്ങൾ അയാൾ ഒരിക്കലും വിസ്മരിക്കുന്നില്ല. പട്ടുതുണ്ടുകളുടെയും ബോർഡൻ ചിത്രങ്ങളുടെയും വർണ്ണപ്പൊലിമയിൽ ജീവിതത്തിൻ്റെ ദുഃഖഭാരം ഇറക്കി വയ്ക്കുന്ന അനിയത്തിയാണ് ഓരോ പെൺകിടാവിനെയും കാണുമ്പോൾ അയാൾ ഓർമ്മിക്കുക. അവളുടെ ജീവിതം എന്തെങ്കിലും പൂച്ചൂടുമോ? ഒരിക്കലെങ്കിലും ഹൃദയം തുറന്ന് ചിരിക്കാൻ അവൾക്ക് കഴിയുമോ? ട്രെയിനിറങ്ങി നടക്കുമ്പോൾ വീണ്ടും ആ വീട്ടുവാതിൽക്കലേക്ക് നോക്കി. മുൻവശത്തുള്ള വരാന്തയിൽ കളർ സിമൻ്റ് കൊണ്ട് പൂക്കൾ പണിഞ്ഞ് ചേർത്ത തൂണും ചാരി അവൾ നിന്നിരുന്നു. കണ്ണുകൾ രണ്ടും വിദൂരതയിൽ തന്നെ. നഷ്ടപ്പെട്ടു പോയ എന്തോ തിരയുന്ന കണ്ണുകൾ. അയാൾ തലതിരിച്ച് ക്ലോക്ക് ടവറിലേക്ക് നോക്കി. സമയം 6 കഴിഞ്ഞിരുന്നു. മുമ്പിൽ ടെറസും സാമാന്യം വലിയ പൂമുഖമുള്ള ഒരു പുതിയ വീടാണത്. ചരൽ വിരിച്ച മുറ്റത്ത് നിറയെ റോസാ ചെടികളുണ്ട്. ഗേറ്റിൽ നിന്ന് വീട്ടുമുറ്റത്തേക്കുള്ള നടപ്പാതയുടെ രണ്ടരികിലും കൊങ്ങിണിച്ചെടികൾ നിറയെ പൂക്കളുമായി ചിരിച്ചു നിൽക്കുന്നു. വളരെ കാലമായി ഒഴിഞ്ഞു കിടന്ന വീടാണത്. ആരായിരിക്കും ഈ പുതിയ താമസക്കാർ? രാത്രി ഉറങ്ങാൻ കിടന്നു. അനിയത്തിയുടെ കലാപാഠവും പ്രതിഫലിക്കുന്ന നിറമുള്ള തലയിണയിൽ മുഖമമർത്തി കിടക്കുമ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ പിന്നെയും തലച്ചോറിലേക്ക് നുഴഞ്ഞു കയറി. അയാൾ അടുത്തുള്ള പത്രങ്ങൾ കൊടുക്കേണ്ട ടെൻഡർ പരസ്യങ്ങളെക്കുറിച്ചും പുതുതായി ചെയ്യേണ്ട ഡിസൈനുകളെക്കുറിച്ചും ചിന്തിക്കാൻ ശ്രമിച്ചു. ശ്രമങ്ങൾ ഫലിച്ചു കാണാതെ തന്നെ ഉറങ്ങി. എല്ലാ ദിവസവും റെയിൽവേ സ്റ്റേഷനെ സമീപിക്കുമ്പോൾ അയാളുടെ കാലുകൾ മന്ദഗതിയിലാവും. കണ്ണുകൾ അറിയാതെ തന്നെ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്തേക്ക് നീങ്ങിപ്പോകും. മിക്കപ്പോഴും അവൾ വാതിൽക്ക് തന്നെ ഉണ്ടാകും. ചുറ്റുപാടുകൾ ശ്രദ്ധിക്കാതെ അകലെ എങ്ങോ നോക്കിക്കൊണ്ടുള്ള ആ നിൽപ്പ്. ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അന്ന് മുഴുവൻ തൻ്റെ മനസ്സ് ശൂന്യമായിരിക്കുന്ന പോലെ അയാൾക്ക് തോന്നി തുടങ്ങി. ചിലപ്പോൾ അവളുടെ അരികിൽ തല നരച്ചെങ്കിലും താരുണ്യം വിടാത്ത ഒരു മധ്യവയസ്ക ഉണ്ടായിരിക്കും. അത് അവളുടെ അമ്മയായിരിക്കുമെന്ന് അയാൾ ഊഹിച്ചു. ഒരു പ്രാവശ്യമെങ്കിലും തൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ലാത്ത അവളോട് സംസാരിക്കുന്നതിനെപ്പറ്റി അയാൾ ചിന്തിച്ചില്ല. എങ്കിലും അവ്യക്തമായ ഒരു നിരാശതാബോധം അയാളെ അലട്ടി. ഒരു ദിവസം രാവിലെ അയാൾ ഓഫീസിലേക്ക് പോകുമ്പോൾ അപ്രതീക്ഷിതമായി അവർ പരസ്പരം കണ്ടു. അയാളോടൊപ്പം നടന്നു വരുന്ന ഒരു പശുക്കിടാവായിരുന്നു അതിന് കാരണം. പച്ച നിറമുള്ള ആ ഗേറ്റിന് സമീപമെത്തിയപ്പോൾ അത് അല്പം ഉറക്കെ കരഞ്ഞു. ഏകാന്തതയിൽ ലയിച്ചു നിന്ന് അവളുടെ ശ്രദ്ധ തിരിഞ്ഞു. അപ്പോൾ സംഭ്രമം നിറഞ്ഞ ആ നോട്ടം അയാളുടെ ഉള്ളിൽ പതിഞ്ഞു. ദുഃഖമുറഞ്ഞു കൂടിയതുപോലുള്ള കണ്ണുകൾ. എത്രമാത്രം ആർത്തി നിറഞ്ഞതായിരുന്നു ആ നോട്ടം! ക്ലോക്ക് ടവറിന് ജീവനില്ലാത്തതിനാൽ അയാൾ സമാധാനിച്ചു. അന്ന് ജോലി ചെയ്യാൻ കൂടുതൽ ഉത്സാഹം തോന്നി. തൊഴിൽ പരിചയമില്ലാത്ത കീഴുദ്യോഗസ്ഥന്മാരുടെ കുറ്റങ്ങളൊന്നും തന്നെ അന്ന് കണ്ണിൽപ്പെട്ടില്ല.
ജാൻസി ഡേവിഡ് ടൈപ്പ് ചെയ്ത് കത്തുകളിൽ ഒരു തെറ്റും കണ്ടില്ല. അന്യായ ഒരു പെൺകുട്ടിയുടെ വേദന കൂമ്പിയ കണ്ണുകൾക്ക് എത്ര കണ്ട് കഴിവുള്ളൂ. വൈകിട്ട് പുറത്തെങ്ങും അവളെ കാണുകയുണ്ടായില്ല. വീട്ടിനുള്ളിൽ നിന്ന് റേഡിയോയുടെ ചിലമ്പിയ ശബ്ദങ്ങൾ കേട്ടു. ആദ്യമായാണെന്ന് തോന്നുന്നു അവിടെ നിന്ന് റേഡിയോയുടെ സ്വരം കേൾക്കുന്നത്. പിറ്റേന്ന് പ്രഭാതത്തിൽ അയാളുടെ ദൃഷ്ടികളെ സ്വാഗതം ചെയ്യാൻ മകൾ മാത്രമല്ല അമ്മയും ഉണ്ടായിരുന്നു. അയാൾ അടുത്തു വന്നപ്പോൾ അവൾ അമ്മയോട് എന്തോ പറഞ്ഞു. ഇരുവരും ചിരിച്ച് സംസാര വിഷയം താനും പശുക്കിടാവുമായിരിക്കുമോ എന്ന് അയാൾ സംശയിച്ചു. മനസ്സിൽ അല്പം ലജ്ജ അനുഭവപ്പെടുകയും ചെയ്തു. ഏട്ടൻ്റെ പാഴ്സൽ വരുന്നതും കാത്തുനിന്ന് നിരാശയായ അനിയത്തി വീണ്ടും എഴുതി. 100 പരിഭവങ്ങൾ, കൊഞ്ചലുകൾ, അടുക്കില്ലാത്ത അക്ഷരങ്ങൾക്കിടയിൽ മഷി പടർന്നു പാടുകൾ നീല നിറമുള്ള കൊച്ചു നക്ഷത്രങ്ങൾ പോലെ കിടക്കുന്നു. കത്തെഴുതിയപ്പോൾ അവൾ കരഞ്ഞു കാണും. പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലാത്ത രാജമ്മ. അമ്മയാണ് അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ചത്. എന്നിട്ടും തെറ്റുകൂടാതെ അവൾ എന്തെല്ലാം എഴുതിയിരിക്കുന്നു. വായിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുറ്റബോധം തോന്നി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി താൻ പെങ്ങളുടെ കാര്യം തന്നെ മറന്നുപോയിരുന്നു. ഒരു പുതിയ തരം നീഡിൽ, ഏട്ടന് സോക്സ് തയ്ക്കാൻ വേണ്ടത്ര നേരിയ നൈലോൺ നൂല്, തയ്യൽ ചിത്രങ്ങളും തയ്യൽ പാഠങ്ങളുമുള്ള ഒരു പുസ്തകം തീർന്നു. അവളുടെ ആവശ്യങ്ങൾ നൈലോൺ സാരി വേണ്ട, പുറം കീറിയ പുതിയ ചോളി വേണ്ട, പുതിയ തരം നെക്ലേസ് വേണ്ട. എത്ര നിശ്ചലമായ ജീവിതം. കളർ നൂല് നിറച്ച കൂടയുമായാണ് വൈകിട്ട് ലോഡ്ജിലേക്ക് മടങ്ങുന്നത്. അടുത്ത പ്രഭാതത്തിൽ പാഴ്സൽ ചെയ്യണമെന്നും തീർച്ചപ്പെടുത്തി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വടക്കോട്ട് നീണ്ടു കിടക്കുന്ന കാൽപ്പാതയിലൂടെ നടക്കുമ്പോഴാണ് പിന്നിൽ ആ ശബ്ദം കേട്ടത്. അമ്മേ, അതാ ഞാൻ പറഞ്ഞ നൈലോൺ നൂലും പുസ്തകവും. തിരിഞ്ഞു നോക്കിയ എപ്പോഴും കരയുന്ന കണ്ണുകളുള്ള ആ പെൺകുട്ടി, കൂടെ അവളുടെ അമ്മയും. അയാളുടെ ഇടത് കയ്യിലിരിക്കുന്ന കൊച്ചു പെട്ടിയിലാണ് അവരുടെ ദൃഷ്ടികൾ. ആ പുസ്തകം ഒന്ന് നോക്കാൻ തരുമോ? ആ നൂലും. അമ്മയാണ്. അയാൾ നിന്നു. ഒന്ന് കാണുകയേ വേണ്ടു. വിരോധമില്ലെങ്കിൽ. അയാൾ ചിരിച്ചുകൊണ്ട് പുസ്തകവും കൂടും അവരുടെ നേർക്ക് നീട്ടി. പക്ഷേ വാങ്ങിയത് മകളാണ്. അയാൾ ശ്രദ്ധിച്ചു. അവളുടെ കൈത്തളങ്ങൾ പട്ടു ബ്ലൗസുകളിൽ പൊതിഞ്ഞിരിക്കുന്നു. വിഷമമില്ലെങ്കിൽ അകത്തേക്ക് കയറിയിരിക്കാം. അത് പറഞ്ഞിട്ട് അവർ അകത്തേക്ക് നടന്നു. അയാൾ പിന്നാലെയും. കറങ്ങുന്ന കസേരയിലിരുന്ന് അയാൾ ചുറ്റും നോക്കി. മനോഹരമായ പൂമുഖം, ചുവരുകൾ നിറയെ സിനിമാ താരങ്ങളുടെ ചിത്രങ്ങൾ പതിച്ച കലണ്ടറുകൾ. അമ്മ പറഞ്ഞു, ഇവിടുത്തെ വേലക്കാരി 4 ദിവസമായി അന്വേഷിക്കുന്നു. ഈ നൂല് ഇവിടെയെങ്ങാനും കിട്ടാനില്ല അത്രേ. ഈ പുസ്തകം പോലും. ഞാൻ ടൗണിൽ നിന്നാണ് വാങ്ങിയത്. അയാൾ നിർവികാരനായി പറഞ്ഞു. ഹൃദയം അനിയത്തിലും കണ്ണുകൾ അടുത്തുനിന്ന പുസ്തകത്തിൻ്റെ താളുക മറച്ചു വെക്കുന്ന പെൺകുട്ടിയിലുമായിരുന്നു. ടൗണിൽ എന്താണ് ജോലി? പ്രൗഢയായ ഒരു സ്ത്രീ. അവരിങ്ങനെ പെരുമാറിയില്ലെങ്കിലാണ് അത്ഭുതപ്പെടേണ്ടത്. അയാൾ തെല്ലും കനം കുറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. അസിസ്റ്റൻ്റ് എഞ്ചിനീയറാണ്. ഓ, എത്ര ചെറുപ്പം. അവർ മുഖത്ത് വിരൽ വെച്ച് അത്ഭുതം നടിച്ചു. പെട്ടെന്ന് മകളുടെ ശ്രദ്ധ തിരിഞ്ഞു. അടുത്ത് നിൽക്കുന്ന എഞ്ചിനീയർ അവൾ ഇടം കണ്ണിട്ട് നോക്കി. അയാൾ തലകുനിച്ച് നിന്നു. ഇത് ഞങ്ങളെടുക്കട്ടെ, വേറൊന്നും വാങ്ങിക്കൊള്ളൂ, ബുദ്ധിമുട്ടില്ലെങ്കിൽ. ഓ, എന്ത് ബുദ്ധിമുട്ട്. അങ്ങനെ പറഞ്ഞു. എങ്കിലും മനസ്സ് പതറുകയായിരുന്നു. അനിയത്തിയുടെ ഗദ്ഗതങ്ങൾ, വടിവില്ലാത്ത അക്ഷരങ്ങൾക്കിടയിൽ പകർന്നു കിടക്കുന്ന നീല നിറമുള്ള കൊച്ചു നക്ഷത്രങ്ങൾ. അവൾ കാത്തിരിക്കാവും. അവർ അകത്തേക്ക് പോയി. ഒരു 10 രൂപ നോട്ടുമായി മടങ്ങി വന്നു. ഇതാ പണം. വേണ്ട, താങ്ക്സ്. അയാൾ എഴുന്നേറ്റു. അമ്മയും മകളും പരസ്പരം നോക്കി. കാപ്പി കഴിച്ചിട്ട് പോകാം. ക്ഷമിക്കണ, നേരമായി, ഞാൻ പോകട്ടെ. അയാൾ ഇറങ്ങി നടന്നു. വാതിൽക്കൽ ആ അമ്മയും വന്നു. എൻ്റെ അനിയത്തി, നാളെ തീർച്ചയായും ഏട്ടൻ നിനക്ക് പാഴ്സൽ അയക്കും. നീ കരയാതെ. അടുത്ത ദിവസം ജോലി ഏറെ ഉണ്ടായിരുന്നു. ട്രെയിനിൽ കടന്നു കഴിഞ്ഞപ്പോഴാണ് രാജമ്മയുടെ കാര്യം ഓർത്തത്. ഓഹ്, മറന്നു. അയാൾ സ്വയം ശപിച്ചുകൊണ്ട് കയ്യിലിരുന്ന സായാഹ്ന പത്രം നിവർത്തി. അയാൾ അകലെ നിന്ന് നടന്നു വരുമ്പോൾ തന്നെ അവർ കാണുന്നു. രാവിലെയും വൈകിട്ടും ഒരുപക്ഷെ താൻ ക്ലോക്ക് ടവറിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന ആ കണ്ണുകളായിരുന്നുവോ? അടുത്തു വന്നാൽ അവൾ ചിരിക്കുന്നു. അയാളും. അമ്മേ, അതാ ഏട്ടൻ. ഏട്ടൻ എന്ന വിളി അനിയത്തിയെ ഓർമ്മിപ്പിക്കുന്നു. 16 വർഷത്തെ ജീവിതത്തിന് ശേഷവും മണ്ണിൽ പാദമൂന്നി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത അനിയത്തി. ഏട്ടൻ എപ്പോഴും സ്വപ്നം കാണുകയാണ്. കൈത്തലങ്ങൾ പട്ടു ബ്ലൗസുകൾ പൊതിഞ്ഞ പെൺകുട്ടി ഒരു സത്യം കണ്ടെത്തുന്നു. ബേബി എന്നാണ് അവളുടെ പേര്. അച്ഛൻ ദുബായിലാണ്. അമ്മയും മകളും ഒരു വൃത്തിയും മാത്രമാണ് ആ വീട്ടിൽ ആകെയുള്ള അംഗങ്ങൾ. മകൾക്ക് കരളിന് എന്തോ അസുഖമുണ്ടത്രേ. അതിന് ചികിത്സ നടത്തുന്നു. നല്ല കാലാവസ്ഥയിലുള്ള സ്ഥലം തിരഞ്ഞ് ഇവിടെ എത്തി. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, കരളിലെ അസുഖം മൂലം ഞാനും വേദനിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ പലതായി. ദുഃഖം ഉറഞ്ഞുകൂടിയ നിൻ്റെ കണ്ണുകൾ. അയാൾ അനിയത്തിയുടെ കാര്യങ്ങൾ മറന്നില്ല. പക്ഷേ ഈയിടെ ഏകാന്തതയിൽ അവളുടെ ഗദ്ഗതങ്ങൾ കേൾക്കാറില്ല. തണ്ടൊടിഞ്ഞ ഒരു ജീവിതത്തിൻ്റെ വേദന വടിവില്ലാത്ത അക്ഷരങ്ങളോട് ആവിഷ്കരിച്ച കത്തുകൾ ഇപ്പോൾ വരാറില്ല. എന്തു പറ്റിയെന്ന് ചിന്തിക്കാൻ സമയമില്ലായിരുന്നു. ഓഫീസ് ജോലികൾക്ക് പോലും ചിട്ടയില്ലാതെയായി. താൻ ആകെ മാറിയിരിക്കുന്നു. ചിത്രകാരൻ രവിവർമ്മ വരച്ച ശകുന്തള മുഖച്ചായും നൊമ്പരം കനീഭവിച്ച കണ്ണുകളുമുള്ള പെൺകുട്ടി എപ്പോഴും ഓർമ്മയിൽ ഒട്ടിപ്പിടിച്ചു നിന്നു. താൻ അടുത്തിരിക്കുമ്പോൾ അവൾ പ്രശ്നം നടിക്കും. എങ്കിലും കണ്ണുകളിലെ ദുഃഖമൊഴികെ മറ്റൊരു വികാരവും പ്രതിഫലിക്കാറില്ല. യുഗങ്ങളായി വളർന്നുകൊണ്ടിരുന്ന സ്നേഹത്തിൻ്റെ ദുഃഖം അവൾ നോട്ടത്തിലൂടെ അയാൾ കണ്ടു. എപ്പോഴും നീ കരയുന്നു. ഞാനോ? വെറുതെ ഏട്ടനങ്ങനെ തോന്നുന്നു. തീർച്ചയായുമില്ല. എന്നെ സന്തോഷിപ്പിക്കാൻ മാത്രമാണ് നീ ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സാവധാനത്തിൽ അവൾ എഴുന്നേറ്റു. നടക്കാൻ പ്രയാസപ്പെടുന്നത് പോലെ തോന്നി. പിണങ്ങിയോ? അയാൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൾക്ക് എന്തെല്ലാമോ അയാൾ പറയാനുള്ളതുപോലെ. ഒന്നും പറയാൻ കഴിയാതെ ചുറ്റുപാടുകൾ, അതോ വെറും ദുർബലത മാത്രമോ? അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി എത്ര നേരം വേണമെങ്കിലും അവളിരിക്കും. കൈമോശം എന്ന അമൂല്യമായ ഏതോ വസ്തു ആ കണ്ണുകൾ കണ്ടെത്തുന്നത് പോലെ അവൾക്ക് തോന്നി. ബേബി, ഞാൻ നിൻ്റെ അച്ഛനെ എഴുതാം. എന്താണെന്ന് പിന്നീട് പറയാം. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും പെൺകുട്ടിയോട് നിനക്ക് പ്രത്യേകത തോന്നുമ്പോൾ
അവൾക്ക് മനസ്സിലായി. അയാൾ പൂർത്തിയാകുന്നതിന് മുമ്പ് അവൾ വിളക്കി, വേണ്ട, എൻ്റെ ഏട്ടനല്ലേ, ഇപ്പോഴൊന്നും വേണ്ട. അവൾ കരയുന്നു. അയാൾക്ക് അസഹ്യത തോന്നി. എന്തൊരു മനസ്സാണ്, ഒന്നും വ്യക്തമാകുന്നില്ല, എല്ലാം സ്വപ്നങ്ങൾ മാത്രമോ. ഒരു തിങ്കളാഴ്ച വൈകുന്നേരം അയാൾ ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവൾ പറഞ്ഞു, നാളെ എൻ്റെ പിറന്നാളാണ്. അരികത്ത് നിന്നിരുന്ന അവളുടെ അമ്മ കൂട്ടിച്ചേർത്തു, ഊണ് കഴിക്കാൻ വരണം, തീർച്ചയായും. അയ്യോ, നാളെ ഞാൻ ഫീൽഡിലാണ്. അതിനെന്താ, അത്താഴത്തിന് വരാമല്ലോ. പിന്മാറുന്ന മട്ടില്ല. അയാൾ സമ്മതം മൂളി. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ സന്ധ്യയായിരുന്നു. അമ്മയും മകളും അയാളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അമ്മ പറഞ്ഞു, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞാനിതാ വന്നു കഴിഞ്ഞു. ഒരു വെള്ളിത്താഴത്തിൽ പൂക്കളുമായി വന്ന വേലക്കാരിയോടൊപ്പം അവർ റോഡിലേക്ക് ഇറങ്ങി. വീട്ടിനുള്ളിൽ കടക്കുന്നില്ല. അയാൾ ചോദിച്ചു, അമ്മ എവിടെ പോയതാണ്? അമ്പലത്തിൽ. ബേബി പോകുന്നില്ല? ഇല്ല. കാരണം എന്തെന്ന ഭാവത്തിൽ അയാൾ പുരികമുയർത്തി. ഏട്ടൻ വന്നില്ലേ, പിന്നെ ഞാനെന്തിനാണ് അമ്പലത്തിൽ പോകണം? അയാൾക്ക് ചിരി വന്നു. ഏട്ടൻ വരും, എൻ്റെ മുറിയിൽ പോകാം. അവർ നടന്നു. ചുവന്ന നിറമുള്ള ഇലക്ട്രിക് ബൾബിൻ്റെ പ്രകാശത്തിൽ മുങ്ങിയ ഒരു ചെറിയ മുറി. നീലച്ചായം പൂശിയ ചൂരിൽ കസേരയിൽ നിന്ന് അയാൾ പറഞ്ഞു, നല്ല മുറി, നല്ല അന്തരീക്ഷം. മേശവലിപ്പ് തുറന്ന് അവൾ 2 നൈലോൺ സോക്സുകളെടുത്ത്, ഏട്ടൻ എൻ്റെ സമ്മാനം. അത് കയ്യിൽ വാങ്ങിയപ്പോൾ അയാൾ കരഞ്ഞുപോയി. കാല് വയ്യാത്ത അനിയത്തി ഓർമ്മിച്ചു. അത് പുതുതായി ലഭിച്ച ധനത്തെപ്പറ്റി ചിന്തിച്ചു. അയാളുടെ കസേരക്കരികിൽ നിന്ന് അവൾ നിന്നു. ഏട്ടൻ്റെ സമ്മാനം വാങ്ങാൻ നിൽക്കുക ഞാൻ, ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മനസ്സിനെ ഉലയ്ക്കുന്ന ചിരി, വേദനയുടെ ആനന്ദം ചുരിയുന്ന കണ്ണുകൾ. അവളുടെ സാമീപ്യം അയാളെ കോരിത്തെരിപ്പിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് അയാളെല്ലാം മറന്നു. ഇതാ എൻ്റെ സമ്മാനം. ചുവന്നെടുത്ത കവിളിൽ അയാൾ ചുംബിച്ചു. പെട്ടെന്ന് അവൾ കുതിരമാറി. അവളുടെ ഭാവപ്പകർച്ച അയാളെ ഭയപ്പെടുത്തി. ഏട്ടൻ ഗദ്ഗത അവളുടെ വാക്കുകൾ തുടർന്നു. ഒരു മരം പോലെ അയാൾ നിന്നു. അവൾ ശബ്ദമടക്കി കരയുകയാണ്. ജനാലയിലൂടെ അയാൾ വെളിയിലേക്ക് നോക്കി. റെയിൽവേ സ്റ്റേഷൻ്റെയും ക്ലോക്ക് ടവറിൻ്റെയും മുകൾ ഭാഗം അവ്യക്തമായി കാണാം. ആ ഘടികാരത്തിൻ്റെ സൂചികൾ ചലിക്കുന്നുണ്ടായിരിക്കുമോ? ഏറെ നേരം അങ്ങനെ നിൽക്കാനുള്ള ധൈര്യം അയാൾക്കില്ലായിരുന്നു. ഉമിനീരിറക്കി തൊണ്ട മയപ്പെടുത്തി അയാൾ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ എൻ്റെ ഏട്ടാ, മാപ്പ് ചോദിക്കേണ്ടത് ഞാനാണ്, പാപിയായ ഞാൻ. അയാൾക്കൊന്നും മനസ്സിലായി. ഇടർച്ചയോടെ അവൾ തുടർന്നു, ഏട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? ഇല്ല എന്ന ഭംഗിവാക്ക് പറയാൻ മനസ്സ് സമ്മതിച്ചില്ല. അവൾ അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ഒരു നിമിഷത്തേക്ക് മാത്രം ഏട്ടാ, അവസാനമായി ഒന്നുകൂടി. എന്തൊരു അത്ഭുതം! അയാൾ സംശയപൂർവ്വം അവളെ നോക്കി. അടുത്ത് വരൂ എൻ്റെ ഏട്ടാ. അതിനുശേഷം ഞാനത് പറയാം. ഒരു പാവയെപ്പോലെ അയാൾ അനുസരിച്ചു. അയാൾ ആലിംഗനത്തിൽ നിന്ന് അടർന്നപ്പോൾ ഒരു തീങ്ങലോടെ അവൾ തറയിൽ വീണു. നൈലോൺ സാരിത്തുമ്പോൾ ഉലഞ്ഞു മറിയാൻ ഞെട്ടി. നിലഞ്ഞരമ്പുകൾ തിണുത്തു നിൽക്കുന്നത് അടിച്ച ഉദരം, ചുവന്നു തുടുത്ത കവിള്, താൻ ചുംബിച്ചുകൊണ്ട്. അവയെല്ലാം ഇതിഹാസങ്ങളോ ഉറവിടങ്ങളോ? ബേബി, നടക്കുന്ന സ്വരത്തിൽ അയാൾ വിളിച്ചു. എൻ്റെ ഏട്ട പോകൂ, എൻ്റെ മുന്നിൽ നിന്ന് പോകൂ. ഞാൻ പാപിയാണ്, തെറ്റ് ചെയ്തവളാണ്, ഞാനൊരു അമ്മയാണ്. അവൾ വീണ്ടും പുലമ്പി. എൻ്റെ ഓമിനെ, ഏട്ട പോകൂ, എന്നേക്കുമായി എന്നെ പിരിഞ്ഞു പോകും. ഞാൻ ദുഃഖമാണ്, ദുഃഖം. അയാൾ സാവധാനം തിരിഞ്ഞു നടക്കുന്നത് കണ്ണുനീരിലൂടെ അവൾ കണ്ടു. 2 ദിവസത്തേക്ക് അയാൾ ഓഫീസിൽ പോയില്ല. 3-ാം ദിവസം അമ്മയുടെ കത്ത് വന്നു. രാജമ്മയ്ക്ക് സുഖമില്ല, 2 കാലിലും നീരിറങ്ങിയിരിക്കുന്നു. നീ വിഷമിക്കുമെന്ന് കരുതി ഇതുവരെ അറിയിക്കായിരുന്നു. ഇപ്പോൾ വളരെ കൂടുതലാണ്. എപ്പോഴും അവൾ നിന്നെ ചോദിക്കുന്നു. അയാൾ കരഞ്ഞില്ല. എൻ്റെ ഏട്ടാ, ഞാൻ ദുഃഖമാണ്. ഈറനണിഞ്ഞ ആ വാക്കുകൾ ഹൃദയത്തിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള കാൽപ്പാതയിലൂടെ നടക്കുമ്പോൾ അയാൾ ശ്രദ്ധിച്ചു. മുന്നിൽ കുങ്ങിണിച്ചെടികൾ നിറഞ്ഞ ടെറസുള്ള പുതിയ വീടും പരിസരവും നിശബ്ദമായിരുന്നു. മാറ്റു കുറഞ്ഞ സ്വർണത്തിൻ്റെ നിറമുള്ള അല്ല, വിടരുന്നതിന് മുമ്പ് പുഴു തിന്ന ചെമ്പകപ്പൂ. നീ എവിടെയാണ്? അയാൾ അകലെയുള്ള ക്ലോക്ക് ടവറിലേക്ക് നോക്കി. അതിലെ ക്ലോക്ക് തകരാറിലായിട്ട് 2 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. നന്ദി. ആ ചെറുകഥ ഇവിടെ സമാപിച്ചു.